എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടുപേരെ ഞാൻ ഇൻട്രൊഡക്ഷൻ ചെയ്യുമെന്ന്. അപ്പം അവരെ വിളിക്കാം. രണ്ട് സൈഡിൽ നിന്നും രണ്ടാക്കൾ അല്ല, ഒരു സൈഡിൽ നിന്ന് രണ്ടാക്കൾ വന്നോളൂ. ഇതാണോ അല്ലല്ല, ഇവിടെ ഇരുന്ന് ഒന്നിട്ട് റബ്ബറ എന്ത് പേരുണ്ട് എന്റെ പേര് ലോലു. വിഷ്ണു അപമാനിക്കുന്ന പേരെന്തു അങ്ങോട്ട് പോയി പറയണം. പേരെന്താ? അഭിനവ്. പേര് കാർത്തിക്. അപ്പൊ ഇവർ രണ്ടുപേരാണ് എന്റെ കൂട്ടുകാർ. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ചെയ്യാൻ പോകുന്ന പ്രൊജക്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞില്ല. ടൈറ്റിലിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, പോസ്റ്റർ ഇട്ടില്ല, ഒന്നും ചെയ്തില്ല. അത് ഇവരൊക്കെ വന്നിട്ട് ആവാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ മാത്രമായി നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടി തോന്നത്തില്ല. അത്രയ്ക്ക് നല്ല ആർട്ടിഫിഷ്യൽ. പിന്നെ എന്നെ ചിലവർക്ക് അറിയത്തില്ലായിരിക്കും. എൻ്റെ പേര് ആദി എന്നാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ 10 കഴിഞ്ഞു. ഞാൻ 7. ഞാൻ ഇനി 6ലോട്ട്, ഇനി 7ലോട്ട്, ഇനി 6ലോട്ട്, ഇനി 11ലോട്ട്. അപ്പം ഇന്ന് ഇവരുടെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. തീർപ്പില്ല. ഗൂഗയുടെ ഷൂട്ടിങ് നമ്മൾ തീർന്നില്ല. ഗൂഗയുടെ ഷൂട്ടിങ് നമ്മൾ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കാമെന്ന് എനിക്കറിയത്തില്ല. ഗൂഗ റിയൽ ഇൻസിഡന്റ് ആണല്ലേ അതെ, നമ്മുടെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളെ എങ്ങനെ വിശ്വസിപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു സിനിമയിലുള്ള 55% നടന്ന കാര്യം അല്ല, ഒരു 65% റിയലായിരുന്നു. ബാക്കിയുള്ള നമ്മള് കണ്ടുപിടിച്ചു. അതെങ്ങനെ? അത് അല്ലെങ്കിലും അങ്ങനെയുള്ള കേസ് എല്ലാം ഒന്നും എപ്പോഴും എല്ലാം എടുക്കാൻ ഞങ്ങൾക്ക് പാടാണ്. കുറച്ച് ക്രിയേറ്റീവ് ആണ്, ഇമാജിനേഷൻ. അങ്ങനെയായിരുന്നു. എനിക്കൊന്നും നമ്മള് ഒരു കൊല്ലമായില്ലേ, ഒരു 2023 ഏപ്രിലിൽ തുടങ്ങിയ സംഭവമായിരുന്നു. ഏപ്രിലിൽ നടന്ന സംഭവം. എന്നിട്ട് നമുക്ക് ആ സമയത്ത് തോന്നിയില്ല എടുക്കാൻ. അങ്ങനെ ഒരു ഇതില്ലായിരുന്നു എടുക്കാൻ. ബഡ്ജറ്റ് എന്റെ പ്രശ്നമാണ്. ബഡ്ജറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പം നമുക്ക് കുഴപ്പമില്ല, നമ്മൾ അധികം ആലോചിച്ചില്ല. അപ്പൊ നമുക്ക് ബഡ്ജറ്റും ഇല്ല, നമ്മൾ പിന്നെ അങ്ങനെ കഥ ഒന്നും എടുക്കാൻ ആലോചിച്ചില്ല. അപ്പൊ ഇപ്പഴാണ് ഒന്ന് ബഡ്ജറ്റ് ഒക്കെ ഒതുങ്ങി വന്നത്. ഏകദേശം ഇവിടെ ഒരു 70 പേജ് എഴുതി അല്ലേ? ഇവിടെ ഒരു 52, ഞാൻ 57 പേജ് എഴുതി. എല്ലാം കൊണ്ട് കളഞ്ഞു. ബുക്ക് അതാ ഞാനേ ഒരു വട്ടം എന്റെ ക്ലാസ്സിലെ ഏതോ ഒരു കുട്ടി അടിച്ചോണ്ട് പോയി. അത് അവൻ അറിയാനായിട്ട് അവൻ പോയി ചോദിച്ചു എന്നിട്ട് അവൻ തരുന്നില്ല. അപ്പം എത്ര വയസ്സാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കൂടിയിട്ട് കാണും. കാരണം ക്ലാസ് വെച്ച് വയസ്സെടുക്കാമല്ലോ അല്ലേ? ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടല്ലേ? 7ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ അല്ല. ഇപ്പൊ എത്ര വയസ്സ്? എനിക്ക് ഇനിയും ഡിസംബറിൽ 13, ഇപ്പൊ 12. ഒരാൾ കൂടെ ഉണ്ട്. അയാള് വരുമ്പോൾ സംശയമാണ്. അയാള് വരുമ്പോഴത്തേക്ക് നമ്മൾ അയാളല്ല അവൾ. അവൾ ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്. അതാണ് നിങ്ങൾ നമ്മുടെ എന്തുവാ അതല്ല ഗൂഗിളുടെ സബ്ജക്റ്റ് ഏതൊരു പറഞ്ഞു കൊടുത്തിട്ടില്ല. ഗൂഗിളുടെ സബ്ജക്റ്റ് നമ്മൾ ഇവര് പറഞ്ഞിട്ടില്ല. മീൻസ് ഒരു ഓജാബോർഡ് പോലെ ഒരു സംഭവം. പക്ഷെ അതുമായിട്ട് യാതൊരു വ്യത്യാസവും യാതൊരു ബന്ധമില്ല.
ടോട്ടലി ഡിഫറെന്റ് തിങ് ആണ്. ഇത് പിന്നെ എവിടെ നിന്ന് കണ്ടുപിടിച്ചാണെന്ന് വെച്ചാൽ ഇതിന്റെ ഫൗണ്ടർ ഈ കളിയുടെ ഫൗണ്ടർ ഇദ്ദേഹമാണ് സുഹൃത്തുക്കൾ. ഗൂഗിളുടെ പേരിന്റെ ഫൗണ്ടർ. ഗൂഗിളുടെ പേരിന്റെ ഫൗണ്ടർ ഇത് കളിയുടെ ഫൗണ്ടർ. ഞാൻ ഒന്നല്ല, ഞാൻ അതിന്റെ ഇടയ്ക്ക് ഞാൻ സത്യം പറഞ്ഞ 2022 ഡിസംബർ ആയപ്പോഴാണ് ഞാൻ അഭിചേട്ടനെ കണ്ടു തുടങ്ങിയത്. കാർത്തി ചേട്ടനെ എനിക്ക് നേരത്തെ അറിയാം ഇല്ലേ? നമ്മള് 2019 ഐ തിങ്ക് കാർത്തികയ്ക്ക് നവംബറിന് നമ്മൾ കണ്ടു. അന്ന് നമ്മൾ അധികം മിണ്ടിയിട്ടില്ല, വലിയ പരിചയമൊന്നുമില്ല. പിന്നെ ഈ ഗൂഗിൾ നടക്കുന്ന സമയത്ത് കുറെ സംസാരിച്ചു. പിന്നെ ആ ടൈമിൽ അതിനു മുമ്പ് നമ്മള് നല്ലതായിട്ട് സംസാരിക്കുന്നു. പക്ഷെ വിഷ്ണു ചേട്ടന് ഇപ്പൊ ന്യൂ ആയിട്ട് വന്നതാണ്, അപ്പൊ നമുക്ക് കണക്ഷൻ നിങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ പക്ഷെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ആളായല്ലേ. ഇവരുടെ കൂടെ തന്നെ അത് ചേർത്തല്ല. ഒരു സംഭവം പറയണം. വിഷ്ണു ചേട്ടൻ എന്താ പറയാനുണ്ട്? പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഇത് ഒരിക്കലും മീൻസ് നിങ്ങളിപ്പോ വിചാരിക്കും ഒരിക്കലും ഒരു എന്താ പറയാ നമ്മുടെ മലയാളം രോമാഞ്ചത്തിനെ തന്നെ നമുക്ക് എടുത്തു പറയാം. കാരണം അതേ വർഷത്തിൽ തന്നെയാണ് 2022 ഇറങ്ങിയത്, 22 ഇറങ്ങിയത് രോമാഞ്ചം. അപ്പൊ ഇത് അതിനെ കോപ്പി അടിച്ചാണ് നിങ്ങൾ ഒട്ടും വിശ്വസിക്കരുത്. കാരണം നമ്മളെ മനസ്സിൽ തോന്നിയിരിക്കുകയും നമ്മൾ കളിച്ചു, അതിൽ നിന്നുണ്ടായ നമുക്ക് എക്സ്പീരിയൻസ് അത് നമ്മൾ സിനിമ ആക്കുന്നതാണ്. ഇൻസിഡന്റ് ഒക്കെ റിയലാണ്. അതാദിക്ക് അനുഭവം. നമ്മുടെ ഈ ഫിലിമിൽ ഒരു 70% കാര്യങ്ങൾ സത്യമായിരിക്കും. 65 പറഞ്ഞത് അല്ല, ഒരേ നമ്മള് തെറ്റി പറയുന്നത്. മാത്രമല്ല നമ്മള് ഏകദേശം 2022 ഡിസംബറിന് കണ്ടുപിട്ടിയപ്പം അഭിചേട്ടന് മിണ്ടാൻ പറ്റുള്ളൂ അല്ലേ? എവിടെ എന്തോ ഒരു മുറിവാക്കി ഒരു പുണ്ണുണ്ട്. അപ്പൊ അങ്ങനെ കൈ കൊണ്ട് ആക്ഷൻ മാത്രമേ കാണിക്കത്തുള്ളൂ. കൈ കൊണ്ട് ആക്ഷൻ നീറ്റലുണ്ട്, അധികം മണ്ടത്തിലായിരുന്നു. പക്ഷെ ഫസ്റ്റ് കണ്ട ഞാനാണ് അങ്ങനെ ആദ്യം കണ്ട. ആ ടൈമിൽ നമ്മള് പിന്നെ ഒരു 2021 ആയപ്പോ നല്ല കൂട്ടായി ഇല്ലേ? ആ സമയത്ത് നമ്മളധികം കളിക്കാറില്ല. ഇവൻ പിന്നെ ഇവന്റെ വീട് സത്യം പറഞ്ഞാൽ ഇവിടെ അല്ല, ഇച്ചിരി മാറിയാണ്. അപ്പൊ ഇവ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും. അപ്പൊ നമ്മൾ കളിക്കാറുള്ളായിരുന്നു. പിന്നെ ഒരു ദിവസം വന്നപ്പോ ഞാൻ വിഷ്ണു ചേട്ടനായിട്ട് പോയപ്പോഴാണ് ഇവ രണ്ട് പരിചയം. 2022 ഡിസംബറിന് എന്റെ അമ്മൂമ്മയുടെ അമ്മ മരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ രാത്രി വന്നിട്ട് അടുത്ത ദിവസമായപ്പോഴാണ് ഞാൻ ശരിക്കും വിഷ്ണു ചേട്ടനെ കാണുന്നത്. അന്ന് എനിക്കും പരിചയമില്ല, എനിക്കും അറിയത്തില്ല. ആ ഒരു ഡിസംബർ തൊട്ട് ആ ഒരു മാസം നമ്മൾ സംസാരിച്ചിട്ടേ ഇല്ല. നമ്മളൊന്നും മണ്ടി നോക്കൂലായിരുന്നു. ഇല്ല, നമ്മള് മിണ്ടി കളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇല്ല, ഞാൻ അന്ന് ഇവിടെ വിഷ്ണു ചേട്ടന്റെ വീട്ടിൽ ഞാൻ വന്ന അന്ന് രാത്രി സമയത്ത് ഞാൻ വന്ന. അപ്പൊ വിഷ്ണു ഫോൺ നോക്കി ഞാൻ ഭയങ്കര സീരിയസ് ആണ് രണ്ടും. കാരണം നമ്മളൊന്നും മൈൻഡില്ല. പിന്നെ വിഷ്ണുയുടെ അവിടെ വീട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങൾ സംസാരിച്ചത്. പിന്നാണ് ഞങ്ങൾ മിണ്ടിയത്. പിന്നെ അങ്ങനെ കളി കളിക്കുന്ന പോലും നമ്മള് വിചാരിച്ചിട്ടേ ഇല്ല. ഫസ്റ്റ് നമ്മളാണ് കളിച്ചത്. കൂടെ കളിച്ചു. പക്ഷെ അന്നൊന്നും നടന്നില്ല. ഏപ്രിൽ അന്ന് പൊട്ടിയടിച്ച് ഓടി. അതൊക്കെ പറയാം. അത് നല്ല പൊട്ടിയിട്ട് പേടി. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഫസ്റ്റ് കളിച്ചപ്പോ ഇവർ രണ്ടുപേരായിരുന്നു. പക്ഷെ അന്ന് പ്രത്യേകിച്ച് ഗൂഗ നമുക്ക് ഇപ്പൊ നമ്മള് കൊറേ നേരത്തെ ഗൂഗിൾ അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ആദ്യം അത് എന്താന്ന് പറയുന്നത് ഒരു ഗെയിമിന്റെ പേരാണ്. അതില് 4 എലമെന്റ്സ് ഉണ്ട്. 4 എലമെന്റ്സ് ഉണ്ട്. ഒന്ന് ഫയർ, വാട്ടർ, എയർ, എർത്ത്. ഇതില് എർത്ത് പറയില്ല സസ്പെൻസ് ആണ്. സിനിമയിലെ കാണിക്കും. സിനിമ പറയാ പോലെടാ.
ഗോഗ്ലി എന്ന് വെച്ചാൽ ഒരു മീൻസ് ഒരു ഗോസ്റ്റിന്റെ ഒരു ഇതല്ല, ഗോബ്ലിൻ ഒരു ഫെയറി ടൈപ്പ് ആണ്. ഒരു ഫെയറി ടൈപ്പ് ഒരു ഗോബ്ലിൻ മീൻസ് ഒരു മാലാഖ വരൂലേ അതിന്റെ ഒരു മെയിൽ വർഷം. സത്യം പറഞ്ഞ നമ്മുടെ എൽഫ് ഒക്കെ പോലെ ലൈഫിലെ ഗൂഗിളി ഒരു മാഗസീനിലെ ക്യാരക്ടറാണ് ഗോബ്ലിൻ. നിങ്ങൾ ചിലപ്പോ വായിച്ചിട്ടുണ്ടാവും റിയൽ ലൈഫിൽ പറഞ്ഞോളൂ ബുക്കിന്റെ പേര് കുട്ടികളുടെ ജീവികൾ. അതില് വായിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് അടിക്കണം. അതില് പോസിറ്റീവ് ആയിട്ടാണ്, പക്ഷെ സിനിമ നെഗറ്റീവ് ആണ്. അതുപോലെ റിയൽ ലൈഫിൽ എന്നുവെച്ചാൽ ഈ ഇപ്പൊ ഗൂഗിളിൽ നിങ്ങൾ പറയുമ്പോൾ ഭയങ്കര വലിയ ആൾ അങ്ങനെ ഒരു എൽഫ് ടൈപ്പ് കണ്ടിട്ടുണ്ട് ആദ്യം ഇവിടെ വെച്ച്. അത് പറഞ്ഞ കട്ട് ചെയ്യണേ, ഇത് കട്ട് ചെയ്യണം. പിന്നെ എനിക്ക് സത്യം പറഞ്ഞ ഈ വീട്ടിൽ വെച്ചൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ സിനിമയൊക്കെ ഈ ചാനലിൽ സിനിമ വരുന്നുണ്ട്. അപ്പൊ ഒരു സെപ്റ്റംബർ 13-ാം തീയതി വരും. അത് റിയലാണ്. സത്യം പറയാലോ എനിക്കും തോന്നി ദൈവം സത്യം എനിക്ക് തോന്നി. നിങ്ങളെ കേട്ടിട്ടുണ്ടോ? ഈ റൂമാണ് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായോ. ഇവിടെയാണ് നമ്മള് ഈ സ്ഥലത്താണ് നമ്മൾ ഗൂഗിൾ കളിച്ചത്. ഇപ്പൊ ഞങ്ങൾ എന്തോ സംസാരിച്ചപ്പോ ഒരു കൊട്ട് ഞങ്ങൾക്ക് ഈ ജെല്ലി കൊട്ട് പോലെ എനിക്കും വിഷ്ണുരായിട്ടും തോന്നി. ആദ്യം തോന്നി അവനും തോന്നിയിട്ടുണ്ട്. എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ ജെല്ല് എന്തോ എന്നോ ശബ്ദം. ഈ കഥയിലാണ് കൊട്ട് കേട്ടത്. കൊട്ട് കിട്ടുന്നില്ല. ശരിയാ എനിക്ക് തോന്നി. ഞാൻ സത്യം പറയാം എനിക്ക് തോന്നി. എനിക്ക് തോന്നി സത്യമായിട്ടും. അതെ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൊട്ടി ഞാൻ സത്യം പറഞ്ഞു കേട്ടു. ഞാൻ കേട്ടു ഇപ്പൊ ഒരു കൊട്ടി എന്താണ് സത്യമായിട്ടും മദർ പ്രോമിസ്. ഇത് ഒരിക്കലും ഒരു കളകളിൽ നിങ്ങൾക്ക് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഒന്നും പറയില്ല. ഇവിടെ ഒരു കൊട്ട് കേട്ടല്ലേ? അതാണെങ്കിലും അതാണെങ്കിലും ഈ സാധനം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആക്കുന്ന പോലെ ഇങ്ങനെയാണ് തോന്നുന്നത്. എന്നിട്ടൊരു ഇതല്ല സംഭവം പറയാം. നമ്മള് കുറച്ചു മുന്നേ ഗൂഗിൾ കളിച്ചതായിരുന്നു. അതെ ഗൈസ് നമ്മൾ കുറച്ചൊന്ന് ഗൂഗിൾ കളിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നും വന്നില്ല. നമ്മള് മഴ സമയത്ത് ഗൂഗിൾ കളിച്ചാൽ വരുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും വന്നില്ല. അപ്പം ഈ വ്ലോഗ് ഇപ്പൊ ഒത്തിരി തന്നെ വലുതായിട്ടുണ്ട്. കട്ടി അത് ഞാൻ കേട്ടാ. ഞാൻ പറഞ്ഞു അത് റിയലായിരുന്നു സത്യട്ടാ. അത് ഒരിക്കലും ഒരു കാണുന്നില്ല. അബിക്കുട്ടനെ കാണുന്നില്ല. ഇതൊക്കെ ഞങ്ങൾ കളിയാണ്, വെറും കളി. ഒന്ന് ഞങ്ങൾ യൂട്യൂബ് ഇടാൻ പോകുന്നില്ല. അല്ല ഇരുട്ട് നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് കളി. ഇപ്പഴേ ഇടും കുറച്ച്. ഇനി ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇപ്പൊ വരാലാകാൻ തോന്നുന്നു. നമ്മളാ റൂം അടച്ചിട്ടൊക്കെ കേട്ടോ. അല്ലാതെ നിങ്ങളിപ്പോ നിങ്ങൾക്ക് വിശ്വാസം കാണത്തില്ല. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ലോക്കാണ് റൂം, ലോക്കാണ്, ഫുള്ളി ലോക്ക്ഡാണ് റൂം. കാണുന്നുണ്ടോ? അച്ഛൻ കാണുന്നുണ്ടോ? മേലോട്ടോ ഇതില് എവിടെയെങ്കിലും കട്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും കട്ട പറഞ്ഞിട്ടില്ല. കൂടുതലല്ലേ? അത്രയൊക്കെ വേണോ? അപ്പം ഇത് നമ്മുടെ ഒരു റിയൽ ഇൻസിഡന്റ് ആയിരുന്നല്ലേ? ഈ സെയിം റൂമിൽ ആൾക്കാരായാലും വിശ്വസിക്കൂല. ഇല്ല, നമ്മളാരും പറയുമ്പോ അങ്ങനെ വിശ്വസിക്കില്ല. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരാൾ പ്രേതത്തിനെ കണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വിശ്വസിക്കത്തില്ല. ഗൂഗിൾ ഇല്ലാത്ത പിന്നെ ഈ സിനിമയില് ഈ ഫിലിമില് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. ഈ സിനിമയില് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അത് റിയലായിട്ട് നടന്നതിന് നമ്മൾ എടുക്കാത്ത. നമ്മള് എനിക്ക് തോന്നുന്നു എന്റെ രണ്ടാമത്തെ കളി ഇവരുടെ മൂന്നാമത്തെ കളി അല്ലേ, അതില് ശരിക്കും അതില് നമ്മൾ കളിച്ചിട്ട് എന്തോ നമ്മള് കൊറേ നേരമായിട്ട് ഗൂഗിളിൽ വിളിച്ചോണ്ടിരുന്നു. നല്ല ഒച്ചയിൽ വിളിച്ചോണ്ടിരുന്നല്ലേ, ചെവി പൊട്ടും വരെ ഞാൻ വിളിച്ചോണ്ടിരുന്നു. എന്നിട്ട് ഞങ്ങള് കളിയൊക്കെ ഓവറായിട്ട് വാതിലെ പോയി. അത് ഫസ്റ്റ് എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് നമ്മള് വാലൊക്കെ തുറന്ന് വെളിയിൽ പോയിട്ട് അവരുടെ അടുത്ത് എന്തെങ്കിലും ശബ്ദം കേട്ടാ പ്രാക്ടീസ് ആണ്. പക്ഷെ അവര് റെസ്റ്റ് എടുക്കുമായിരുന്നു. മ്യൂസിക് ഒന്നും ഇല്ല. ഇപ്പൊ നിങ്ങൾ മ്യൂസിക് ഉണ്ടോ? ഇല്ല, മ്യൂസിക് ഇല്ല, മ്യൂസിക് ഒന്നും ഇല്ല. ഇതൊരു ഹൊറർ കോമഡി ഫിലിമാണ്. ഫാന്റസി ഇഷ്ടം. VFX ഒന്നും നിങ്ങൾ പരീക്ഷിക്കണം. ഞങ്ങളുടെ ബഡ്ജറ്റ് അത്രയൊന്നും ഇല്ല. പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ശ്രമിക്കും. കഴിവതിനും അപ്പുറം നമ്മൾ ശ്രമിക്കും. അതുകൊണ്ട് പറ്റുന്ന ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ കുഴപ്പമൊക്കെ കാണും. നമ്മുടെ ഒരു 1 ലക്ഷം രൂപയുടെ ക്യാമറ ഒന്നും മേടിക്കാനുള്ള ബഡ്ജറ്റ് അങ്ങനെ ഇല്ല. നമ്മുടെ കൂടി പോയതായിട്ട് 100K ഒക്കെ അടിച്ചിട്ട് നിങ്ങൾ സബ് ചെയ്യും. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാരും കാണിക്കൂ. ഇങ്ങനെ വെച്ചോ. ഇങ്ങനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമന്റ് ചെയ്യാനും മറക്കരുത്. പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ. കാണിക്കട്ടെ. വീഡിയോ ലോങ് അല്ല, ഒരു വീഡിയോ ലോങ് ആണ്. പിന്നെ ഗൂഗിൾ എത്ര ലാംഗ്വേജ് ഉണ്ട്? ഗൂഗിൾ 5 ലാംഗ്വേജ് ഉണ്ട്. അത് മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ. പറയാൻ പറ്റുമോന്ന് അറിയാം. കന്നഡയൊക്കെ ഗോവിന്ദ്. തെലുങ്കാണ് കൂടുതൽ പാടല്ലേ? തെലുങ്കാണ് കൂടുതൽ പാട്. എനിക്ക് 3 ലാംഗ്വേജ് കുറച്ച് പറ്റും. ചേട്ടന് 4 ലാംഗ്വേജ്, 2 ലാംഗ്വേജ്. തെലുങ്കാണ് എല്ലാവർക്കും പാടും. തെലുങ്ക് ചെപ്പടാനിക്ക് വിട്ടാട്. റിലീസ് ഡേറ്റ് സെപ്റ്റംബർ 13, 2024 ഫ്രൈഡേ. ദിസ് ഇയർ. ഇല്ല, ഓരോ ഭാഷ ഡബ് ചെയ്ത് വെച്ച സമയം എടുക്കും. അതുകൊണ്ട് അന്ന് മലയാളമായിരിക്കും വരുന്നത്. മനസ്സിലാവാത്ത മലയാളം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടം കമന്റ് ചെയ്യുക. ഒരു സ്റ്റാർ എടുക്കാം. ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റയിൽ പോയി ഇൻസ്റ്റാഗ്രാമില് യൂസർ നെയിം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പോസ്റ്റർ ഈ മാസം തന്നെ ഇറങ്ങി. അടുത്ത മാസം നാളെ. ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യൂല. ഇന്ന് ഏപ്രിൽ 30. നാളെ മെയ് 1 ആണ്. അപ്പം ഇന്ന് മിക്കവാറും ഈ വീഡിയോ ചിലപ്പോഴേ വരും. ഏപ്രിൽ 31 ഇല്ല. ഇനി വീഡിയോ ലോങ്ങായി പോരെ. അപ്പം ഇന്നത്തേക്ക് നീയും ഞങ്ങൾക്ക് ഐ തിങ്ക് ഇല്ല. അല്ല, എന്റെ ബന്ധത്തിലുള്ളവരാണ്. എന്റെ പേര് ഞങ്ങൾ പറയുന്നില്ല കേസ്. ഇവിടെ എന്റെ ഒരു മീൻസ് എന്റെ അച്ഛന്റെ കൊച്ചിനാണ്. എന്റെ അച്ഛന്റെ കൊച്ചിച്ചൻ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവരെല്ലാരും ഒരു എന്താ കോളനി പോലെയാണല്ലേ, ഒരു ലൈൻ പോലെയാണ്. മീൻസ് ഒരു കോളനി കണ്ണങ്കടി കോളനി അപ്പം അങ്ങനെ അപ്പം എന്റെ അച്ഛന്റെ റിയലായിട്ട് നടന്നതിന് നമ്മൾ എടുക്കാത്തത്. നമ്മള് എനിക്ക് തോന്നുന്നു എന്റെ 2ാമത്തെ കളി ഇവരുടെ 3ാമത്തെ കളി അല്ലേ, അതില് ശരിക്കും അതില് നമ്മൾ കളിച്ചിട്ട് എന്തോ നമ്മള് കൊറേ നേരമായിട്ട് ഗൂഗിളിൽ വിളിച്ചോണ്ടിരുന്നു. നല്ല ഒച്ചയിൽ വിളിച്ചോണ്ടിരുന്നല്ലേ, ചെവി പൊട്ടും വരെ ഞാൻ വിളിച്ചോണ്ടിരുന്നു. എന്നിട്ട് ഞങ്ങള് കളിയൊക്കെ ഓവറിട്ട് വാതില് പോയി. അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് നമ്മള് വാലൊക്കെ തുറന്ന് വെളിയിൽ പോയിട്ട് അവരുടെ അടുത്ത് എന്തെങ്കിലും ശബ്ദം കേട്ടാ പ്രാക്ടീസ് ആണ്. പക്ഷെ അവര് റെസ്റ്റ് എടുക്കുമായിരുന്നു. മ്യൂസിക് ഒന്നും ഇല്ല. ഇപ്പൊ നിങ്ങൾ മ്യൂസിക് ഉണ്ടോ? ഇല്ല, മ്യൂസിക് ഇല്ല, മ്യൂസിക് ഒന്നും ഇല്ല. ഇതൊരു ഹൊറർ കോമഡി ഫിലിമാണ്. ഫാന്റസി ഇഷ്ടം. VFX ഒന്നും നിങ്ങൾ പരീക്ഷിക്കണം. ഞങ്ങളുടെ ബഡ്ജറ്റ് അത്രയൊന്നും ഇല്ല. പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ശ്രമിക്കും.
കഴിവതിനും അപ്പുറം നമ്മൾ ശ്രമിക്കും. അതുകൊണ്ട് പറ്റുന്നത് ഫോണിൽ ഷൂട്ട് ചെയ്യുന്നോണ്ട് അതെ, ഫോണിൽ ഷൂട്ട് ചെയ്യുന്നോണ്ട് അതിന്റെ കുഴപ്പമൊക്കെ കാണും. നമ്മുടെ ഒരു 1 ലക്ഷം രൂപയുടെ ക്യാമറ ഒന്നും മേടിക്കാനുള്ള ബഡ്ജറ്റ് അങ്ങനെ ഇല്ല. നമ്മുടെ കൂടി വലുതായിട്ട് 100K ഒക്കെ അടിച്ചിട്ട് നിങ്ങൾ സബ് ചെയ്യും. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവരും കാണിക്കൂ. ഇങ്ങനെ വെച്ചോ, ഇങ്ങനെ നീ ഇങ്ങനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ. കാണിക്കട്ടെ. വീഡിയോ ലോങ് അല്ല, ഒരു വീഡിയോ ലോങ് ആണ്. പിന്നെ ഗൂഗിൾ എത്ര ലാംഗ്വേജ് ഉണ്ട്? ഗൂഗിൾ 5 ലാംഗ്വേജ് ഉണ്ട്. അത് മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ. പറയാൻ പറ്റുമോന്ന് അറിയാം. കന്നഡയൊക്കെ ഗോവിന്ദ്. തെലുങ്കാണ് കൂടുതൽ പാടല്ലേ? തെലുങ്കാണ് കൂടുതൽ പാട്. എനിക്ക് 3 ലാംഗ്വേജ് കുറച്ച് പറ്റും. ചേട്ടന് 4 ലാംഗ്വേജ്, 2 ലാംഗ്വേജ്. തെലുങ്കാണ് എല്ലാവർക്കും പാടും. തെലുങ്ക് చెప్పడానికి విట్టాడు. റിലീസ് ഡേറ്റ് സെപ്റ്റംബർ 13, 2024 ഫ്രൈഡേ. ദിസ് ഇയർ ഇല്ല, ഓരോ ഭാഷ ഡബ് ചെയ്ത് വെച്ച സമയം എടുക്കും. അതുകൊണ്ട് അന്ന് മലയാളം ആയിരിക്കും വരുന്നത്. മനസ്സിലാവാത്ത മലയാളം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടം കമന്റ് ചെയ്യുക, ഒരു സ്റ്റാർ ഇടുക. ഇൻസ്റ്റാഗ്രാമിൽ പോയി ഇൻസ്റ്റാഗ്രാമില് യൂസർ നെയിം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പോസ്റ്റർ ഈ മാസം തന്നെ ഇറങ്ങി. അടുത്ത മാസം നാളെ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യൂല. ഇന്ന് ഏപ്രിൽ 30. നാളെ മെയ് 1 ആണ്. അപ്പം ഇന്ന് മിക്കവാറും ഈ വീഡിയോ ചിലപ്പോഴേ വരും. ഏപ്രിൽ 31 ഇല്ല, 30. ഇനി വീഡിയോ തില്ലാങ്ങായി പോരെ. അപ്പം ഇന്നത്തേക്ക് നീയും ഞങ്ങൾക്ക് ഐ തിങ്ക് ഇല്ല. അല്ല, എന്റെ ബന്ധത്തിലുള്ളവരാണ്. എന്റെ പേര് ഞങ്ങൾ പറയുന്നില്ല കേസ്. ഇവിടെ എന്റെ ഒരു മീൻസ് എന്റെ അച്ഛന്റെ കൊച്ചിച്ചനാണ്. എന്റെ അച്ഛന്റെ കൊച്ചിച്ചൻ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവരെല്ലാരും ഒരു എന്താ കോളനി പോലെയാണല്ലേ, ഒരു ലൈൻ പോലെയാണ്. മീൻസ് ഒരു കോളനി കണ്ണങ്കടി കോളനി അപ്പം അങ്ങനെ അപ്പം എന്റെ അച്ഛന്റെ കൊച്ചിച്ചന്റെ ഭാര്യയുടെ ഒരു വകയിലെ ആളുടെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ആള് എന്നെക്കാളും ചെറുതാണ്. ആള് ഇനിയിപ്പൊ 5 ആവാൻ പോകുന്നു. ഞാനിപ്പോ 6 ആവാൻ പോകുന്നു. ഭയങ്കര ബിസിയാണ്. മോഹൻലാലിനൊക്കെ ഡേറ്റ് പറയാൻ നിൽക്കും. മമ്മൂട്ടി വിളിക്കുക. ഞാൻ കട്ട് ചെയ്തോളാം. ശരി. ബാക്കി പറ. നമുക്ക് ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് വീഡിയോ ഇടാം. എനിക്ക് ലാലേട്ടന്റെ കോൾ. നേരത്തെ അച്ഛന്റെ കൊച്ചിച്ചന്റെ എന്റെ അച്ഛന്റെ കൊച്ചിച്ചന്റെ ഭാര്യയുടെ ഒരു വകയിലെ ഒരു കുട്ടി. ഭാര്യയുടെ കുട്ടിയാ എന്ത്
ബന്ധുവാണ്. ഇവൻ പറഞ്ഞു അത് എന്നെക്കാളും ചെറുതാണ് അല്ലേ? അവൻ എന്നെക്കാളും ചെറുതാണ്. ഒരു വയസ്സിന്. ഒരു വയസ്സിന്. അവൻ 5ാം ക്ലാസ്സിലോട്ടാകുമ്പോൾ ഞാൻ ഇനി 6ലോട്ടാകുമ്പോൾ അവന് ഈ കാര്യത്തോടൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഒരു വിശ്വാസവും ഇല്ല. ഒരു വിശ്വാസം ഞാൻ പറയട്ടെ, ആരോട് പറയട്ടെ, അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാലേ അവൻ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. അവന് ഒട്ടും വിശ്വാസമില്ല. പക്ഷെ ഉണ്ടല്ല 12 മണിക്ക് ഞങ്ങള് ഈ ഒരു ഓറ്റോ ബോർഡ് ഒരു തട്ടിക്കൂട്ടി സെറ്റപ്പ് കളിക്കാൻ വന്നപ്പോഴേ അവരെ അപ്പുറത്തെ റോഡ് ഓടിയത്. സോറി ആദ്യം എന്തൊക്കെയോ പക്ഷെ ഞാൻ പറയും. പക്ഷെ 12 മണിക്ക് ഈ ഗൂഗിൾ കളിക്കാൻ വിളിച്ചപ്പോഴേ അവൻ കണ്ട വഴി ഓടി. അത് രാവിലെയാണ്, രാത്രി അല്ല 12 മണിയല്ല. രാത്രി അവനെ രാവിലെ രാവിലെ അല്ലേ, ഉച്ച സമയം. 8:30ക്കാണ്. ഇപ്പൊ എന്തോ പറയുന്നത്, അവിടെ ഫുഡ് കഴിക്കാൻ നിൽക്കുന്ന സമയമാണ്. അവനെ നേരെ ഓടി ഒറ്റ ഓട്ടം. ഞാനില്ല. പക്ഷെ എനിക്ക് ധൈര്യമുണ്ട്. പക്ഷെ ഞാനില്ല. പറഞ്ഞു മടുത്ത്. പിന്നൊരു കാര്യമുണ്ട്, അതില് കല്യാണത്തിന്റെ ഒരു കാര്യം വരും. പക്ഷെ അത് നമുക്ക് റിയൽ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ലൈറ്റ് സെറ്റപ്പ് ഒന്നുമില്ല. ആ സമയത്ത് നമുക്ക് തോന്നാത്തത് നമ്മുടെ നമ്മുടെ ബ്ലെൻഡർ ഡൗൺലോഡ് ചെയ്ത ആൾക്കാരെ കൊണ്ടുവരാം. ചിലപ്പോഴേ സെപ്റ്റംബറിൽ റിലീസ് ഉള്ളൂ. ചെലപ്പോ, കാരണം നമുക്ക് ഉറപ്പില്ല. ഞങ്ങൾ എഡിറ്റ് ചെയ്ത് വരുമ്പോഴാണ് എഡിറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇനി മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 4 മാസം ഉണ്ട് ഉള്ളു. വളരെ കുറവ് ടൈമാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പം ഞാനും വിഷ്ണുവിനെ ഉള്ളു. ഇനി പോയപ്പോ വരുമെന്ന് അറിയത്തില്ല. സ്കൂളും തുറക്കും കാശ്, അതല്ലേ സ്കൂൾ തുറന്നു. എന്തുവാണ് ഇവ പോവും. കട്ട് ചെയ്തോളാം. ഔട്ടർ എടുക്കാം. അപ്പം ഇന്നത്തേക്ക് ഇത്ര ഉള്ളു. 25 മിനിറ്റായി. എല്ലാരും അപ്പം എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ചോളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. സാധാരണ എന്റെ ഔട്ടർ എങ്ങനെയാ? പൊട്ടിയാ